പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? ദിവ്യ ചേച്ചി ധന്യയോട് ചോദിച്ചു. കേട്ടു. ധന്യ മൂളിക്കൊണ്ട് ബാഗിന്റെ സിബ് വലിച്ചിട്ടു. പിന്നെ എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ എന്ത് പറയണമെന്നാ നീ പറയുന്നത്? ഇപ്പോൾ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല. നിങ്ങൾ ആരും അത് ചോദിച്ചിട്ടുമില്ല. അതിൻ്റെ കൂടെ നിന്റെ ഈ ആവശ്യം കൂടി എനിക്ക് പറ്റില്ല. അവൾ പറഞ്ഞുകൊണ്ട് ബാഗെടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ദിവ്യ പിന്നാലെ പോയി. ഇപ്പോൾ എനിക്ക് ഇതേ പറയാനുള്ളൂ. ധന്യ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അമ്മ മുന്നിൽ വന്നു നിന്നു. അവൾ പറഞ്ഞതിനൊരു തീരുമാനം പറഞ്ഞിട്ട് പോന്നീ, അവർ പറഞ്ഞു. അപ്പോഴേക്കും ദിവ്യയും അവരുടെ അടുത്തേക്ക് വന്നു. ചുമ്മാതെ ഒന്നും അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്, എൻ്റെയും കൂടെ അവകാശമാണ്. ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി പോലും അച്ഛൻ മരിച്ചത് കൊണ്ട് ചേച്ചിക്ക് കിട്ടിയതല്ലേ? അതിൽ നിന്ന് കിട്ടുന്നതിനുള്ള അവകാശം എനിക്കുണ്ട്. അന്ന് അമ്മയും കൂടി നിർബന്ധം പിടിച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചേച്ചിക്ക് തരാമെന്ന് സമ്മതിച്ചത്. ദിവ്യ അമ്മയെ നോക്കി പറഞ്ഞു. ആ, അവള് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ നിർബന്ധിച്ചിട്ടാണ്. ഇപ്പോ മതി, ഒന്ന് നിർത്തോ. നിങ്ങളുടെ രണ്ടുപേരുടെ ഔദാര്യം കൊണ്ടല്ല ഈ ജോലി എനിക്ക് കിട്ടിയത്. അച്ഛൻ്റെ സർവീസിൽ എനിക്ക് കിട്ടിയ നിങ്ങൾ ഈ പറഞ്ഞ ജോലിയിൽ നിന്ന് കിട്ടിയിരുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് രണ്ടാൾക്കും? 18,000 രൂപ. അതിലാണ് ഈ വീടിൻ്റെ ചെലവും ഇവളുടെ കല്യാണം ഒക്കെ ഞാൻ നടത്തിയത്. അതിൻ്റെ കടങ്ങൾ ഇപ്പോഴും ഉണ്ട് എനിക്ക്. എല്ലാം കൂടി തികയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ വൈകിട്ട് ആ ഷോപ്പിലുള്ള ജോലിയും കൂടെ ചെയ്യാൻ തുടങ്ങിയത്. ഒരുവിധം ഞാൻ എല്ലാം ചെയ്തു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇനി കൂടുതലൊന്നും എടുത്തു വെക്കാൻ എനിക്ക് വയ്യ. ധന്യ തീർത്തും പറഞ്ഞു. നീ പറയുന്നത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ധന്യേ? അവളുടെ വീട് വെക്കാനല്ലേ ഇപ്പോ അവളിത് ചോദിക്കുന്നത്? ഇതിനു മുമ്പെങ്ങാനും അവൾ വന്നിട്ടുണ്ടോ ഇതുപോലെയോ? അമ്മയാണ്. വന്നിട്ടില്ല എന്നോ? പണ്ട് മുതലേ അവളുടെ ആവശ്യങ്ങൾ കണക്ക് പറഞ്ഞവൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണവും. എവിടുന്നാ എങ്ങനാ എന്നൊന്നും അവൾക്കറിയണ്ടായിരുന്നു. ദിലീപിന്റെ വീട്ടുകാർ ചോദിച്ച അത്രയും സ്വർണ്ണം ഇട്ട് ഇറക്കിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവൂ എന്ന് പറഞ്ഞു നിന്നതും അന്നും അമ്മ ഇതുപോലെ അവളെ സപ്പോർട്ട് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രസവം. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. കടിഞ്ഞൂൽ പ്രസവം പെൺവീട്ടുകാരാണെന്നും പറഞ്ഞ് ചില്ലറയല്ല പൊടിച്ചത്. ഞാനും ഒരു മനുഷ്യജീവിയാണ് എന്ന് പോലും ഓർത്തില്ലല്ലോ ആരും. ധന്യ പറഞ്ഞു. അതൊക്കെ നിന്റെ കടമയാണ്. കടമ? ഈ പറഞ്ഞ കടമയൊന്നും അമ്മ എന്നോട് കാണിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഈ നിൽക്കുന്ന ഇവളെക്കാൾ 2 വയസ്സ് മാത്രമല്ലേ എനിക്ക് കൂടുതലുള്ളൂ. എനിക്കൊരു ജീവിതം വേണമെന്ന് അമ്മയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഈ സ്നേഹമൊന്നും എന്നോടില്ലല്ലോ. പണ്ട് അച്ഛനോടും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് എന്നോടും. ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഓരോ മാസവും 2 അറ്റവും കൂട്ടിച്ചേർക്കാൻ ഞാൻ എന്തോരം ഓടുന്നുണ്ടെന്നറിയോ? വേണ്ട, ഒന്നും വേണ്ട. ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരുന്നൂടെ? ധന്യ തിരിച്ചു പ്രതികരിച്ചു. എങ്കിലും അവളുടെ ശബ്ദം ഇടറി. ചേച്ചിയപ്പോ എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ സംശയം? എല്ലാത്തിനും ഞാൻ വ്യക്തമായി കണക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരുമ്പോൾ ഞാൻ പെട്ടുപോകും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിനും ഒരു കണക്ക് വേണം. എനിക്കൊന്നും അറിയണ്ട, ഞാൻ പറഞ്ഞ കാര്യം നടക്കണം. ദിവ്യ കട്ടായം കിട്ടി. അവളോട് ഇനിയും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും ധന്യ പുറത്തേക്കിറങ്ങി. ചേച്ചി, ചേച്ചി! ദിവ്യയുടെ പിറകിൽ നിന്നുള്ള വിളി കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അമ്മേ, ഞാൻ ഇനി എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും വഴി കാണാം മോളെ. ഇവളുടെ ഈ ചാട്ടം എത്ര വട്ടം നമ്മൾ കണ്ടതാണ്. ഒരു ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് കല്യാണം പോലും കഴിപ്പിക്കാതെ അവളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് തന്നെ നിന്റെ ജീവിതം ഒരു കരക്കെത്തിക്കാനാണ്. എന്ത് വേണമെന്ന് എനിക്കറിയാം. അമ്മ എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ പറഞ്ഞു. അത് കേട്ട് ആശ്വാസത്തോടെ അവളും. ധന്യേ, ഡീ! ബസ് സ്റ്റോപ്പിലേക്ക് ധൃതിയിൽ നടക്കവെയാണ് പിറകിൽ നിന്നുള്ള വിളി. അമൃത, ധന്യയുടെ ഏക കൂട്ടുകാരി. സന്തോഷവും സങ്കടവും എല്ലാം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന അവളുടെ മനസാക്ഷി. വിളി കേട്ട് ധന്യ തിരിഞ്ഞു നോക്കി. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു നിന്നെ? നീ ഇത് ഏത് ലോകത്താണ്? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച്. എന്താണാവോ ഇത്ര ആലോചിക്കാൻ? ദിവ്യ വന്നിട്ടുണ്ട്. ആഹാ, എന്താണാവോ ഇത്തവണത്തെ ആവശ്യം? ധന്യ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾക്ക് സ്വന്തമായൊരു വീട് വെക്കണമത്രേ. അതിന് കനത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ പോലും. എന്നിട്ട് നിനക്കൊന്ന് കൊടുക്കാറുന്നില്ലേ? കനത്തിലാ ചെകിട്ടത്തൊരെണ്ണം. പിശാശ്, എന്ത് ജന്മാടിയത്! ഒപ്പം ആ ഒരു പരട്ട തള്ളയും. ശരിക്കും നീ അവരുടെ മകളല്ലേ? അമൃതയ്ക്ക് കലി കയറും പോലെയായി. ഇതുവരെയുള്ള ധന്യയുടെ കഷ്ടപ്പാടറിയുന്ന ഒരേ ഒരാളാണ് അവൾ. ആവോ, ആർക്കറിയാം, അവർക്ക് ഞാൻ വെറും യന്ത്രമാണ്.
എണ്ണയിട്ട് ഓടുന്ന യന്ത്രം. അത്രേ ഉള്ളൂ. ശരിക്കും മടുത്തു തുടങ്ങി ജീവിതം. വയ്യ എനിക്ക് ഇനി ഓടാൻ. ധന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഡീ, നീ ആർക്ക് വേണ്ടിയാണ് ഒരു ജീവിതം കെട്ടിപ്പടുക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു നിമിഷം പോലും നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത അവർക്ക് വേണ്ടി ഇനിയൊന്നും വേണ്ട എന്ന് വെക്കാതെ മുന്നിൽ വന്ന ജീവിതം തിരഞ്ഞെടുക്കു നീ. അമൃത പറയുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണു തുടച്ച് അവളെ നോക്കി. നോക്കണ്ട, മഹേഷിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ അത് വിട്ടില്ലേ? എത്ര കാലമായി അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വലിയ സാമ്പത്തികമൊന്നുമില്ലേലും നിന്നെ പൊന്നുപോലെ നോക്കാനുള്ള മനസ്സുണ്ടവന്. ഇപ്പോൾ വരെയും നിന്നെ സ്നേഹിക്കല്ലാതെ ഒരു രീതിയിൽ ശല്യം ചെയ്തിട്ടില്ലല്ലോ. ഇനിയെങ്കിലും നീ അവനെ കണ്ണു തുറന്നൊന്ന് കാണ്. പറഞ്ഞു തീരുമ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നു. ആ, പറഞ്ഞ് നാവെടുത്തില്ല, ദേ നിൽക്കുന്നു ആള്. അമൃത പറയുമ്പോൾ മുന്നോട്ട് നോക്കിയ ധന്യ കാണുന്നത് ബസ് സ്റ്റോപ്പിന് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്ന മഹേഷിനെയാണ്. ആ, മഹേഷ്. അമൃതയാണ്. ഹായ്. എന്താടോ, തൻ്റെ കൂട്ടുകാരി ഇന്നും മൗനത്തിലാണോ? മഹേഷ് ചോദിച്ചു. അതോ, അവൾക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന്. ഇന്നവൾ ലീവാത്രേ. നീ അവളെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്താ പറയാനുള്ളതെന്ന് കേൾക്ക്. ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അമൃത രണ്ടിനെയും പിടിച്ച് ബൈക്കിൽ കയറ്റി. അപ്പോഴും ധന്യ അവളെ എന്തൊക്കെയോ പറഞ്ഞ് തടയുന്നുണ്ടായിരുന്നു. തുറന്നു പറഞ്ഞില്ലെങ്കിലും അമൃതയ്ക്ക് അറിയാമായിരുന്നു ധന്യയ്ക്കും അവനെ ഇഷ്ടമാണ് എന്ന്. കിട്ടിയ അവസരം പാഴാക്കാതെ നന്നായി തന്നെ അവൾ ഉപയോഗിച്ചു. എന്തു പറയണമെന്നറിയാതെ അന്തിച്ചു നിന്ന മഹേഷിന്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് അവനെയും വണ്ടിയിൽ കയറ്റി. ആദ്യം അവനോടൊത്തു പോകുന്നത് ബുദ്ധിമുട്ടായി തോന്നിയ ധന്യ പതിയെ പതിയെ ഈ യാത്ര അംഗീകരിച്ചു. ഓളം വെട്ടുന്ന കായലലകളെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരം കഴിഞ്ഞു രണ്ടുപേരും. എന്താടോ, ഇപ്പോഴും ഒന്നും മിണ്ടാനില്ലേ തനിക്ക്? മഹേഷ് തന്നെ തുടക്കം കുറിച്ചു. അമൃതയെപ്പോലെ തന്നെ എന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് മഹേഷ്. ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഇഷ്ടക്കൂടുതൽ കൊണ്ട്. മതി. ധന്യ പറഞ്ഞു തീരും മുമ്പ് അവൻ അവളെ തടഞ്ഞു. ഇത്രയും കേട്ടാൽ മതി എനിക്ക്. ഈ മനസ്സിലൊരിടം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് കിട്ടി, അത് മതി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മഹേഷ്, എനിക്ക് തരാൻ. അവൾ ഇടർച്ചയോടെ പറഞ്ഞു. എനിക്ക് തന്നെ മാത്രം മതിയെന്നേ. തന്നെ പോലെ തന്നെ കഷ്ടപ്പാടറിഞ്ഞവനാ. എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും ചായാനൊരു തണലുമാണ് ആവശ്യം. അതിന് തനിക്ക് പറ്റും. താനും ആഗ്രഹിക്കുന്നില്ലേ ആശ്വാസം കണ്ടെത്താൻ ചായാനൊരിടം? മഹേഷ് പറഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണു തുടച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉള്ളിലൊതുക്കിയതെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ഒരു പെരുമഴ തോർന്നതുപോലെ ശാന്തമായിരുന്നു അവളുടെ മനസ്സ്. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അവളെയും കാത്തിരിക്കുകയാണ് അമ്മയും അനിയത്തിയും. അവരെ കണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൾ അകത്തേക്ക് കയറി. ചേച്ചി, എനിക്കൊരു കാര്യം. ദിവ്യ തുടക്കമിട്ടു. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. തൽക്കാലം അതൊന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല, ധന്യ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അവളുടെ കാര്യം നടക്കണ്ടേ? അമ്മയാണ്. അവൾ പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണ്. അവൾക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ അവളും ഭർത്താവും കൂടെയാണ് നടത്തേണ്ടത്. അതിന് എന്നാൽ കഴിയുന്ന ചെറിയ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. അല്ലാതെ അവൾ ചോദിച്ച തുകയൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിലും ഞാനത് കൊടുക്കേയില്ല. ഇനി മറ്റുള്ളവരെ സഹായിച്ച് എൻ്റെ ജീവിതം കളയാൻ ഞാൻ ഒരുക്കമല്ല. എനിക്ക് സ്വന്തമായ ഒരു ജീവിതം വേണം. ദൈവകൃപ കൊണ്ട് അങ്ങനെ ഒരു ജീവിതം എൻ്റെ കൈക്കുമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാവാതെ അമ്മയും അനിയത്തിയും അവളെ മാറി മാറി നോക്കി. വരുന്ന ഞായറാഴ്ച ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ കല്യാണമാണ്. മേലാറ്റൂരിലെ മഹേഷാണ് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അന്യവരോട് പറയും പോലെ നിങ്ങളോട് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇന്നോളം എന്നോട് കാണിക്കാത്ത ഒരു സ്നേഹവും ഇനി തിരിച്ചങ്ങോട്ടും കാണിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അവൾ തീർത്തും പറഞ്ഞു. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ? ഒരു ചൊവ്വാദോഷം വെച്ചുകൊണ്ട് നീ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിതം ഇല്ലാതാക്കാൻ പോവുകയാണോ? അമ്മ അവളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാത്ത അന്താളിപ്പിൽ പറഞ്ഞു. ഒന്നും മതിയാക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു ചൊവ്വാദോഷം? എനിക്കൊരു ദോഷവും ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്നിട്ട് ഇത്രയും കാലം ഒന്നും അറിയാത്ത പോലെ ഞാൻ നടന്നത് നിങ്ങളെ ആരും പേടിച്ചിട്ടല്ല. രാവിലെ പറഞ്ഞല്ലോ കടമ എന്നൊരു കാര്യം, അതോർത്ത് മാത്രമാണ്. ഇനി ഇല്ലാത്ത ഒരു ദോഷത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ വിട്ടുതരില്ല ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തീരുമാനിച്ച സമയത്ത് വിവാഹം നടക്കും. ഇത്രയും കാലം അമ്മ എന്നെ ഊറ്റി ഇളയ മകൾക്ക് കൊടുത്ത് ജീവിച്ചില്ലേ? ഇനി അമ്മയുടെ കാര്യം അവൾ നോക്കിക്കോളും, ധന്യ പറഞ്ഞു. അത് കേട്ടതും ദിവ്യയുടെ നെഞ്ച് വെള്ളിടി വെട്ടി. അമ്മ ഇനി തൻ്റെ ഭാരമായി മാറുമോ എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി.
നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇനിയുള്ള കാലം അമ്മയെ നീ തന്നെ നോക്കിയാൽ മതി. ഇത്രയും കാലം ഞാനൊന്ന് ഒരു മകളും അവർക്കുണ്ടോ എന്നൊരു ബോധം പോലും ഇല്ലാതെയല്ലേ അവർ നിന്നെ മാത്രം സ്നേഹിച്ചത്. ഇനി അങ്ങനെ തന്നെ മതി. ഞായറാഴ്ച വിവാഹം കഴിയും, ഞാൻ പോവുകയും ചെയ്യും. നിങ്ങൾക്കായി തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കഴിയുന്നതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനിയുള്ളത് എൻ്റെ മാത്രം ജീവിതമാണ്. അത് ഞാൻ ജീവിക്കാൻ തുടങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നൽ അവൾക്കുള്ളിൽ ആദ്യമായി തോന്നി തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു പോകെ ധന്യ മഹേഷിൻ്റെ മാത്രമായി അവളുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.